GSTയുടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ നികുതി ഘടന സാധാരണ നിയമനിർമ്മാണ സഭകളുടെ അവകാശമായിരുന്നു. അത് കേന്ദ്ര നികുതിയാണെങ്കിൽ പാർലമെന്റും സംസ്ഥാന തലത്തിലുള്ള നികുതിയാണെങ്കിൽ നിയമസഭകളുമായിരുന്നു ബജറ്റിന്റെ ഭാഗമായി നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ GST കൗൺസിലിന് വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്തതോടുകൂടി ഏകപക്ഷീയമായി GST കൗൺസിൽ നികുതി നിർണ്ണയിക്കുന്ന സംവിധാനത്തിലേക്ക് വന്നു. ഇപ്പോൾ അത് ഒന്നുകൂടി മാറി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് എൻഡോഴ്സ് ചെയ്യുന്ന സംവിധാനമായിട്ട് GST കൗൺസിൽ മാറിയിരിക്കുന്നു. നികുതി എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് പറയുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം അത് നികത്തുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത്. കേന്ദ്രത്തിന്റെ സൗകര്യം എന്നുള്ളത് അവർ നികുതി GST കൗൺസിലാണ് നിശ്ചയിക്കുന്നതെങ്കിൽ സർചാർജുകളും അതുപോലെ തന്നെയുള്ള മറ്റ് സെസ്സും അത് രണ്ടും ഏർപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന് പൂർണ്ണമായിട്ട് അവകാശമുണ്ട്. അപ്പോൾ കേന്ദ്ര സംവിധാനത്തിന് യൂണിയൻ ഗവൺമെന്റിനുള്ള വരുമാനത്തിന്റെ പ്രശ്നങ്ങൾ സർചാർജ് വഴിയും സെസ് വഴിയും നികത്താൻ കഴിയും. സർചാർജും സെസ്സും ആകുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കേണ്ടതില്ല, അത് കേന്ദ്രത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നികുതിയാകുമ്പോൾ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കണം. അപ്പോൾ സർചാർജും സെസ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കാൻ തയ്യാറാകണം. അതുപോലെ നികുതിയുടെ വീതം വയ്ക്കലിന്റെ ശതമാനം 60% സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മാറ്റിവെക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമാണ് ഇതിന്റെ ഭാഗമായ ഒരു ഫെഡറൽ സംവിധാനം എന്നതിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. നമ്മുടെ പൊതുവെ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേന്ദ്രം വല്ലാതെ ഞെരുക്കിയതിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ധനപ്രതിസന്ധിയും നമ്മൾ അഭിമുഖീകരിച്ചിരുന്നു. എന്നാൽ ആഭ്യന്തര വരുമാനത്തിന്റെ വളർച്ച, നികുതി നിരക്കിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞത്, ഇത് രണ്ടുമാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ സഹായകരമാകുന്നത്. അത് കാണിക്കുന്നത് നമ്മുടെ വ്യവസായ മേഖലയിൽ വളർച്ചയുണ്ടായി എന്നതിന്റെ പ്രതിഫലനമായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ കേന്ദ്ര സംവിധാനത്തിന്റെ ഭാഗമായി നികുതി ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ പൊതുവെ സംസ്ഥാനത്തിന് ഇൻസെന്റീവുകൾ നൽകാൻ ഇപ്പോൾ നമ്മൾ ഒത്തിരി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായി. അപ്പോൾ ആഭ്യന്തര വരുമാനത്തിന് ശോഷണം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ആയിരക്കണക്കിന് പുതിയ വ്യവസായങ്ങൾ വരുമ്പോൾ അവർക്കെല്ലാം ഇൻസെന്റീവുകൾ നൽകുന്നത് ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ സാധാരണക്കാർക്ക് നൽകുന്നത് ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധിയെ നേരിടും. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ പാക്കേജ് ഇതിന്റെ ഭാഗമായി ഉടൻ നൽകാനും നികുതിയുടെ വീതം വയ്ക്കലിന്റെ അനുപാതം മാറ്റുന്നതിനും സർചാർജ് സെസ് ഉൾപ്പെടെയുള്ളവ സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നു. അല്ല, ഇപ്പോൾ വന്നിട്ടുള്ളതിന്റെ പൊതുവെ നികുതി ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോ മേഖലയ്ക്കകത്തും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. പക്ഷെ അതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോ സഹായകരമാകുമ്പോൾ നികുതി ഘടനയ്ക്കകത്ത് എങ്ങനെ മാറ്റം വരുന്നു, അത് സംസ്ഥാനത്തിന് അത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിൽ ഒരു പരിമിതി ഉണ്ടാകുന്നു. അതാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കുക.